അവിടെ ചേട്ടാ എവിടെയുണ്ട്? ആ നോക്കട്ടെ. ആ എന്നിട്ട് ഒത്തിരി നേരമായോ? ഇല്ല, ബാങ്കിൽ പോയിട്ട് വന്ന സമയമായിട്ടുള്ളൂ. എടാ, താൻ മോട്ടർ ഡാൻസ് ഉണ്ടായിരുന്നോ? എവിടെയായിട്ടാ കാണട്ടെ? ഇവിടെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. എന്ത് മെസ്സേജ് ആടോ? ചേട്ടാ എവിടെയെങ്കിലും ലോൺ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നോ? 2-3 ബാങ്കിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. താൻ എന്തായാലും ഓപ്പൺ ചെയ്ത് നോക്കും. ചേട്ടാ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യാനാണ് പറയണത്. വല്ല തട്ടിപ്പുമായിരിക്കോ? ആകെ മുങ്ങിയിരിക്കണേ എനിക്ക് എനിക്കുള്ള എന്ത് വരാനാ. താൻ എന്തായാലും ഓപ്പൺ ചെയ്യും. ഇതിൽ ATM കാർഡും ആധാർ കാർഡും ഒക്കെ ചോദിക്കുന്നുണ്ട്. എന്നാ ചേട്ടൻ തന്നെ നോക്ക്. താനിത് എടുത്തേ. 78 77 27 27 05 05 18 18 37. 37. അടുത്തത് ATM നമ്പർ 17 17 06 06 56 56 10 10 61 61 34 34 76 76 49. 49. ഓക്കെ. എടോ, ഇതിനകത്തൊരു CVV ചോദിക്കുന്നുണ്ടല്ലോ, അത് പാസ്ബുക്കിലുള്ള സംഭവമാണോ? അല്ല ചേട്ടാ, അത് ഈ ATM കാർഡിന്റെ പുറകിൽ നമ്പറാ. ഞാൻ പറയാം, ചേട്ടൻ ടൈപ്പ് ചെയ്തു. ഓക്കെ. 108. സബ്മിറ്റ് വന്നിട്ടുണ്ട്, കൊടുത്തോട്ടെ. അത് വേണോ ചേട്ടാ? ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, കൊടുത്തുപോയി. ഹലോ, ഇത് ഓക്കെ. ഒരു ലോൺ ആപ്ലിക്കേഷൻ ഉണ്ട്. വെരിഫിക്കേഷൻ വിളിച്ചത്. അപ്പോൾ ഒരു OTP വന്നിട്ടുണ്ട്. താങ്കളുടെ ഫോണിലേക്ക് ഒന്ന് പറഞ്ഞുതരാമോ? OTP വന്നിട്ടുണ്ടോ? ഓക്കെ, നമുക്ക് പറയാം. 4137. ഓക്കെ, താങ്കളുടെ ലോൺ പാസ്സായിട്ടുണ്ട്. നന്ദി. ഓക്കെ, താങ്ക് യു. ചേട്ടാ എന്താ പറഞ്ഞ? ലോൺ പാസ്സായെന്നാ പറഞ്ഞത്. പൈസ വന്നിട്ടെന്ന് തോന്നണം. എന്താണെന്ന് നോക്കിയേ. രൂപ ഡെബിറ്റഡ്. ചേട്ടാ അക്കൗണ്ടിൽ പൈസ വല്ലതും ഉണ്ടായിരുന്നോ? രാവിലെ പണയം വെച്ചില്ലേ, അത് തനിക്കുന്നതിൻ്റെ ബാക്കി 55,000 രൂപ കിടപ്പുണ്ട്. പിന്നെ പൈസ പോകാനായിട്ട് ചെക്കൊന്നും ഞാൻ ആർക്കും കൊടുത്തിട്ടില്ല. ATM കാർഡാണെങ്കിൽ എൻ്റെ കൈവശമുണ്ട്. പിന്നെയാണ് പൈസ പോകുന്നത്. പൈസ പോയി കാണത്തില്ല. അല്ല ചേട്ടാ, പൈസ പോയിട്ടുണ്ട്. എൻ്റെ പൈസ ഒന്നും പോയില്ല, താൻ നോക്കിയതിൻ്റെ ആയിരിക്കും. അല്ല ചേട്ടാ, പൈസ പോയിട്ടുണ്ട്. എൻ്റെ പൈസ ഒന്നും പോയിട്ടില്ല. ഇല്ല, ഇതില്ലാതെ എനിക്ക് വീട്ടിൽ പോകാൻ പറ്റത്തില്ല. കൊച്ചെ പഠിപ്പിക്കാൻ വെച്ച പൈസയാണ്. ഇതെന്ത് കളിയാ? നിങ്ങൾ നോക്കിയതിൻ്റെ വല്ല കുഴപ്പമായിരിക്കും. അതല്ല ചേട്ടാ, പൈസ പോയിട്ടുണ്ട്. സംഭവം ഉറപ്പാ, പൈസ പോയിട്ടുണ്ട് ചേട്ടാ. എന്താ ചേട്ടാ പ്രശ്നം? എൻ്റെ ഫോണിലൊരു മെസ്സേജ് വന്നു. ഇയാൾ പറഞ്ഞ പൈസ പോയെന്ന്. കാണിച്ചേട്ടാ നോക്കട്ടെ. ശരി ചേട്ടാ, അത് പൈസ പോയി. പൈസ പോകാൻ വഴിയില്ല. ഞാൻ ആർക്കും ചെക്കൊന്നും കൊടുത്തിട്ടില്ല. ATM കാർഡാണ് എൻ്റെ കയ്യിലുണ്ട്. പിന്നെ എങ്ങനെയാ പൈസ പോകുന്നത്? ശരി ചേട്ടാ, ഇത് പൈസ പോയതാ. അതെങ്ങനെയാ പൈസ പോകുന്നത്? പൈസ എൻ്റെ അക്കൗണ്ടിൽ കിടപ്പുണ്ട്. ATM കാർഡാണ് എൻ്റെ കയ്യിലുണ്ട്. എന്താടോ ഒരാൾക്ക് അപകടം പറ്റിയിരിക്കുമ്പോഴാണോ ഷൂട്ടിങ്? ചേട്ടാ നമുക്ക് എന്തായാലും പോലീസിൽ കംപ്ലൈന്റ് ചെയ്യാം. ഇന്നേട്ടാ കുറച്ച് വെള്ളം കുടി. നമസ്കാരം. നെഹ്റു യുവകേന്ദ്രയും കേരള പോലീസും സംയുക്തമായി നടത്തുന്ന സൈബർ അവയർനെസ് ക്യാമ്പയിൻ്റെ ഭാഗമായി നമ്മൾ ഒട്ടനവധി പരിപാടികൾ ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായാണ് ഒരു സൈബർ അവയർനെസ് ഷോർട്ട് ഫിലിം നമ്മൾ ചെയ്യുന്നത്. അവയർനെസ് നമുക്കിപ്പോൾ സമൂഹത്തിൽ വളരെയധികം ആവശ്യകത തോന്നുന്ന സമയം തന്നെയാണ്. പല രീതിയിലുള്ള സൈബർ ചതിക്കുഴികളും നമ്മൾ പലപ്പോഴും അറിഞ്ഞോ അറിയാതെയോ പെട്ടുപോകുന്നുണ്ട്. ഒരുപക്ഷെ ഒരു എന്തൂസിയാസം കാരണമായിരിക്കും. അറിയാത്തൊരു മെസ്സേജ് വന്നപ്പോഴോ ചിലപ്പോൾ അറിയാത്തൊരു ആപ്പ് കാരണമോ നമ്മൾ അതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞു എന്തൂസിയാസം കാരണം അത് ക്ലിക്ക് ചെയ്യുകയും നമ്മൾ
നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ പൈസ പോകുകയും നമ്മൾ വേറെ ചതിക്കുഴിൽപ്പെടുകയും ഇത് ചെയ്യുന്നുണ്ട്. ഇത് സമൂഹത്തിൽ എല്ലാ തരത്തിലും അല്ലെങ്കിൽ എല്ലാ ലെവലിലും നടക്കുന്നുണ്ട്. പലരും അത് പുറത്തറിയിക്കാനുള്ള വിമുഖത പോലും പലരും കാണിക്കാറുണ്ട്. ഇപ്പോൾ സൈബർ അവയർനെസ് തന്നെയാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ടും വേണ്ടത്. എന്തൊക്കെ നമ്മൾ ചെയ്യണം, എന്തൊക്കെ ചെയ്യേണ്ട ഇരിക്കാനുള്ളത് അറിവ് എല്ലാവർക്കും ഉണ്ടാവേണ്ടത് വളരെയധികം ആവശ്യകതയാണ്. അതിനോടൊപ്പം തന്നെ എന്തെങ്കിലും ഇത്തരം സാഹചര്യങ്ങൾ അറിയാതെ സംഭവിച്ചു പോവുകയാണെങ്കിൽ അതിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് ഉടനെ തന്നെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുകയും അതുപോലെ തന്നെ ടോൾ ഫ്രീ നമ്പറായ 155260 എന്ന നമ്പറിലേക്ക് നിങ്ങൾ അറിയിക്കേണ്ടതാണ്. അതിനുള്ള പ്രതിവിധി കേരള പോലീസ് നിശ്ചയമായും ചെയ്തിരിക്കും. റിയൽ വേൾഡും വെർച്വൽ വേൾഡും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. വെർച്വൽ വേൾഡ് എന്ന് ഉദ്ദേശിച്ചത് സോഷ്യൽ മീഡിയയിൽ വരുന്ന റിക്വസ്റ്റുകൾ, ഫ്രണ്ട് റിക്വസ്റ്റ് ആയാലും ശരി, കോൾസ് ആയാലും ശരി, ഇതൊക്കെ ആൻസർ ചെയ്യുന്നതിന് മുമ്പെയോ അക്സെപ്റ്റ് ചെയ്യുന്നതിന് മുമ്പെയോ നമുക്ക് അറിഞ്ഞിരിക്കണം ആരെയാണെന്നുള്ളത്. അറിയാത്ത കോൾസ് സ്വീകരിക്കാതിരിക്കുകയും അറിയാത്ത റിക്വസ്റ്റുകൾ അക്സെപ്റ്റ് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നത് നമ്മുടെ സൈബർ അവയർനെസ്സിൻ്റെയും ഞാൻ നേരത്തെ പറഞ്ഞ അബണ്ടൻറ്റ് കോഷൻ്റെയും ഭാഗമായിട്ട് നമ്മൾ അവലംബിക്കേണ്ട ഒരു രീതി തന്നെയാണ്.